ഗുരുതരമായി പരിക്കേറ്റ് ചലനശേഷി പോലും നഷ്ടപ്പെട്ട കഥാനായകൻ. ഭാര്യയും കുടുംബവും വൈദ്യശാസ്ത്രവും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഒടുവിൽ കുട്ടിക്കാലം തൊട്ടേ കളിക്കൂട്ടുകാരായിരുന്നുവെങ്കിലും ഇടക്ക് വെച്ച് പിരിഞ്ഞുപോയ കൂട്ടുകാരൻ വന്ന് വിളിച്ചപ്പോൾ അയാൾ ആ വിളി കേൾക്കുന്നു. അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഫ്രണ്ട്സ് എന്ന മലയാള സിനിമയുടെ ക്ലൈമാക്സ് ആണിത്. ഇതൊരു കഥയല്ല, ജീവിതം തന്നെ എന്ന് അനുഭവങ്ങൾ സാക്ഷിയാണ്. കറകളഞ്ഞ സൗഹൃദത്തിന് കാലം നൽകുന്ന ഒരു ബിഗ് സല്യൂട്ട്. ചങ്ക് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ആ അവയവം എത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടതാണെന്നും നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ആ വാക്ക് പര്യായമായി പറയുന്നത് ജീവിത പങ്കാളികളായ ഇണകൾക്കോ ജീവിതം തന്ന മാതാപിതാക്കൾക്കോ വേണ്ടിയല്ല, കൂട്ടുകാരന് വേണ്ടിയാണ്. ഇതിൽ നിന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയൊരു ബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നത് ഒരു വെറും വാക്കല്ല. കണ്ണാടി എങ്ങനെ നമ്മുടെ മുഖം നമുക്ക് കാണിച്ചു തരുന്നു, അതുപോലെ നല്ല കൂട്ടുകാരൻ നമ്മുടെ പ്രതിബിംബമാണ്. നമ്മുടെ മുഖസൗന്ദര്യം മാത്രം പറയുന്ന പണിയല്ല കണ്ണാടിക്ക്. അത് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കൂടി മറ്റാരേക്കാളും നന്നായി നമുക്ക് കാണിച്ചു തരുന്നു. ആ കൊട്ടേഷനാണ് നമ്മുടെ കൂട്ടുകാരനും ചെയ്യുന്നത്. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. മനസ്സിലുള്ളത് എന്താണോ അത് മുഖത്ത് വരും. മുഖം ഏത് മാസ്കിനുള്ളിൽ ഒളിപ്പിച്ചാലും അത് പുറത്തു വരാതിരിക്കില്ല. അങ്ങനെ നമ്മുടെ മുഖം മാത്രമല്ല, മനസ്സ് കൂടിയാണ് നമ്മുടെ ചങ്കായ ചങ്ങാതി എന്ന് വരുന്നു. അപ്പോൾ പിന്നെ ചങ്ങാതി അടുത്തുണ്ടായാൽ കണ്ണാടി വേണ്ടേ വേണ്ട. എന്നാൽ കൂട്ടുകാരൻ കണ്ണാടി നമുക്ക് നമ്മെ കാണിച്ചു തരിക മാത്രമല്ല ചെയ്യുന്നത്, വേണ്ടി വന്നാൽ പ്രതികരിക്കാനും മടിക്കില്ല. അപ്പോൾ നമുക്ക് നല്ല പുളിപ്പുള്ള തെറിയും എരിവുള്ള അടിയും വരെ കിട്ടിയെന്നു വരാം. പക്ഷെ അപ്പോഴും കൂടുതൽ ഇഷ്ടത്തോടെ ഇടനെഞ്ചോട് ചേർക്കുകയേ ചെയ്യൂ. കാരണം നമുക്കറിയാം അത് നമ്മുടെ ചങ്കാണെന്ന്. നല്ല ചങ്ങാതി നല്ലൊരു തണലാണ്. ഏത് ജീവിത ചൂടിലും ചെന്നിരിക്കാനുള്ള ഒരു നന്മ മരം. സൗഹൃദത്തിന്റെ തണലും സാഹോദര്യത്തിന്റെ തണുപ്പും ഒരുപോലെ കിട്ടുന്ന ഒരിടം. നമുക്ക് തണൽ നൽകുമ്പോഴും മരം നിൽക്കുന്നത് പൊരിവെയിലത്താണ്. അതുപോലെ സ്വന്തം പ്രശ്നങ്ങളുടെ എരിവേനലിലും നമുക്ക് സാന്ത്വനത്തിന്റെ കുളിർമ നൽകുന്ന ചങ്ങാതി പൂമരം. ചങ്ങാതി നമ്മുടെ ഏറ്റവും വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. വിശ്വാസത്തിന്റെ ആ ബാങ്ക് പൊളിയില്ല. അടച്ച സ്നേഹത്തിന്റെ കാശ് നഷ്ടപ്പെടില്ല. കാവലും കരുതലുമാണ് അതിന്റെ പാസ്ബുക്ക്. കർമ്മബന്ധം കൊണ്ട് രക്തബന്ധത്തിന് മുകളിലെത്തുന്ന ചില സൗഹൃദങ്ങളുണ്ട്. വീടും നാടും കൈയൊഴിയുമ്പോൾ ചേർത്ത് പിടിക്കാൻ വരുന്ന കൈകളുടെ പേരാണ് കൂട്ടുകാർ. ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരു ലഹരിയാണ് സൗഹൃദം. ആത്മാർത്ഥ സുഹൃത്തായി ഒരാൺകുട്ടി കൂടെയുണ്ടെങ്കിൽ അത് ഒരു പെൺകുട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിന് അതിരുകളില്ല. അതുപോലെ ആത്മാർത്ഥ സുഹൃത്തായി ഒരു പെൺകുട്ടി കൂടെയുണ്ടെങ്കിൽ അതൊരു ആൺകുട്ടിക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും വാക്കുകൾക്ക് അതീതമാണ്. കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും അഴിയാവുന്ന കെട്ടാണ് കൂട്ടുകെട്ട്. എന്നാൽ യഥാർത്ഥ സൗഹൃദം അങ്ങനെയല്ല. അത് ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ മൗനം പോലും വായിക്കാൻ ആ മനസ്സിന് കഴിയും. കാലം കൊണ്ട് ഇണകളെ മനുഷ്യർ ചിലപ്പോൾ വെറുത്തേക്കാം. ഏറെ കാലം കാണാതിരുന്നാൽ അടുത്ത ബന്ധുക്കളെ നാം മറന്നേക്കാം. എന്നാൽ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ വാട്ടർ പ്രൂഫാണ് ഫ്രണ്ട്ഷിപ്പ്. കാലത്തിന്റെ ഏത് കുത്തൊഴുക്കിലും വെള്ളം കയറാത്ത ബന്ധമാണത്. ആരും ആരെയും സ്നേഹിക്കാത്ത, എല്ലാ സ്നേഹവും സ്വന്തത്തോട് മാത്രമായി തീരുന്ന ഈ കെട്ട കാലത്ത് കൈപിടിക്കാൻ മനുഷ്യന് ഒരു കൂട്ടെങ്കിലും വേണ്ടേ? ആ കൈ ചേർത്തു പിടിക്കുക. ചങ്കാണ് ചങ്ങാതി.